ഈ രാവിലെ കുറച്ചു നേരത്തേക്ക് അവിശ്വാസം എന്ന പാപത്തിൻ്റെ അത്യന്തം ദുഷിച്ച സ്വഭാവത്തെ കാണിക്കാൻ ഞാൻ ശ്രമിക്കാം. 1. മറ്റെല്ലാ പാപങ്ങളുടെയും ഉത്ഭവം അവിശ്വാസമാണെന്നോർക്കുമ്പോൾ വിശ്വാസമില്ലായ്മ എന്ന പാപം അത്യന്തം ഭീകരമാണെന്ന് കാണാം. അവിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ഒരു കുറ്റവുമില്ല. മനുഷ്യൻ്റെ പതനം അതിൽ നിന്ന് തന്നെയാണ് ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വിഷയത്തിലാണ് പിശാച് ഹവ്വയെ പരീക്ഷിച്ചത്. അവൻ അവളോട് പറഞ്ഞു, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ സ്വകാര്യമായി ഒരു സംശയം ഇട്ടുകൊടുത്തു. ദൈവം അങ്ങനെ പറഞ്ഞോ? അതായത് ദൈവം അങ്ങനെ ആണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് തീർച്ചയാണോ? അവിശ്വാസമെന്ന ആ നേർത്ത കീറിയ ഭാഗത്തിലൂടെയാണ് മറ്റു പാപങ്ങൾ പ്രവേശിച്ചത്. ജിജ്ഞാസയും മറ്റെല്ലാം പിന്തുടർന്നു. അവൾ പഴം തൊട്ടു. വിനാശം ഈ ലോകത്തിലേക്ക് വന്നു. ആ സമയം മുതൽ അവിശ്വാസം മറ്റെല്ലാ തെറ്റുകളുടെയും ശരിയായ മാതാവായി മാറി. ഒരു അവിശ്വാസി ഇന്നുവരെയുള്ളതിലെ ഏറ്റവും ക്രൂരമായ കുറ്റങ്ങൾ ചെയ്യുവാൻ ശേഷിയുള്ളവനാണ്. ബഹുമാന്യരെ, അവിശ്വാസം അത് ഫറവോൻ്റെ ഹൃദയം കടിപ്പിച്ചു. അത് ദൈവദൂഷണം പറയുവാൻ രബ്ശാക്കേയുടെ നാവിന് അനുവാദം നൽകി. അതെ, അത് ഹത്യയായി മാറി. യേശുവിനെ കൊലപ്പെടുത്തി. അവിശ്വാസം അത് ആത്മഹത്യയുടെ കത്തികൾക്ക് മൂർച്ച കൂട്ടി. അത് അനവധി വിഷപാത്രങ്ങൾ ഉണ്ടാക്കി. ആയിരങ്ങളെ തൂക്കുമരത്തിലേക്കും പലരെയും ലജ്ജയുടെ ശവകുടീരത്തിലേക്കും കൊണ്ടുപോയി. അവിശ്വാസം കാരണം തങ്ങളെ തന്നെ കൊന്നവർ തങ്ങളുടെ രക്തഭരിത കൈകളോടെ അവരുടെ സൃഷ്ടാവിൻ്റെ ന്യായാസനത്തിലേക്ക് മുന്നിലേക്ക് തിടുക്കപ്പെട്ടു വരേണ്ടി വന്നു. ഒരു അവിശ്വാസിയെ എനിക്ക് തരൂ. ദൈവത്തിൻ്റെ വചനം സംശയിക്കുന്ന ഒരുവനെ, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയും മുന്നറിയിപ്പുകളെയും അവിശ്വസിക്കുന്ന ഒരുവനെ. ഈ ഒരു സാഹചര്യത്തെ അടിസ്ഥാനമാക്കി ഈ മനുഷ്യൻ അത്യന്തം അതിശയകരമായ ഒരു തടുക്കുവാൻ കഴിയാത്ത ശക്തി അവൻ്റെ മേൽ പ്രവർത്തിക്കാത്ത പക്ഷം ഏറ്റവും ക്രൂരവും ഇരുണ്ടതുമായ കുറ്റങ്ങൾ ചെയ്യുമെന്ന് ഞാൻ അനുമാനിക്കുന്നു. ആഹാ, ഇതൊരു ബെയൽസെബൂൽ പാപമാണ്. ബെയൽസെബൂലിനെ പോലെ എല്ലാ ദുഷ്ടാത്മാക്കളുടെയും നേതാവാണ്. യെരോബെയാം പാപം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതായി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ അവിശ്വാസത്തെ പറ്റിയും പറയാം. അത് പാപം മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്യുന്നു. അത് എല്ലാ കുറ്റകൃത്യങ്ങളുടെയും രജസ്സാണ്, എല്ലാ അതിക്രമത്തിൻ്റെയും വിത്താണ്. വാസ്തവത്തിൽ എല്ലാ ദുഷ്ടതയും എല്ലാ അധർമ്മമായ പ്രവൃത്തികളും ഈ ഒരു വാക്കിനകത്ത് കുടിയിരിക്കുന്നുണ്ട്: അവിശ്വാസം. ഞാനിവിടെ പറയട്ടെ, ക്രിസ്ത്യാനിയുടെ അവിശ്വാസത്തെ പോലെ തന്നെയുള്ള പ്രകൃതമാണ് പാപിയുടെ അവിശ്വാസത്തിനും. അവയുടെ അന്ത്യഫലം ഒരുപോലെ ആയിരിക്കുകയില്ല. കാരണം ക്രിസ്ത്യാനിയുടെ അവിശ്വാസം ക്ഷമിക്കപ്പെടും. അതെ, അത് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അത് ആ പഴയ കോലാട്ടുകൊറ്റൻ്റെ തലയിൽ ചുമത്തിയതാണ്. അത് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നതാണ്. അത് മാഞ്ഞു പോയിരിക്കുന്നു. എന്നിരുന്നാലും അതിൻ്റെ പാപപ്രകൃതം ഒന്ന് തന്നെയാണ്. വാസ്തവത്തിൽ ഒരു പാപിയുടെ അവിശ്വാസത്തേക്കാൾ ഭീകരമായ പാപം ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതൊരു വിശുദ്ധൻ്റെ അവിശ്വാസമാണ്. അവൻ്റെ കരുണയുടെ 10,000 തെളിവുകൾക്ക് ശേഷവും ഒരു വിശുദ്ധൻ ദൈവവചനം സംശയിക്കണമെങ്കിൽ അനേകം അവസരങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചിട്ടും ഒരു വിശുദ്ധൻ ദൈവത്തെ ആശ്രയിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവിശ്വാസം ഇതെല്ലാം മറികടക്കുന്നു. അതുമാത്രമല്ല, വിശ്വാസിയുടെ അവിശ്വാസം മറ്റു പാപങ്ങൾക്കും കാരണമാകുന്നു. എൻ്റെ വിശ്വാസത്തിൽ പൂർണ്ണതയിലെത്തിയാൽ ഞാൻ മറ്റ് എല്ലാത്തിലും പൂർണ്ണമാകുമായിരുന്നു. വാഗ്ദാനം ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നുവെങ്കിൽ എല്ലാ അവസരങ്ങളിലും ആജ്ഞകൾ ഞാൻ അനുസരിച്ചേനെ. പക്ഷേ എൻ്റെ വിശ്വാസം ദുർബലമാകുമ്പോൾ ഞാൻ പാപം ചെയ്യുന്നു. എന്നെ ബുദ്ധിമുട്ടിൽ കൊണ്ടുപോയി ഇടൂ. അപ്പോൾ ഞാൻ എൻ്റെ കൈകൾ മടക്കി യഹോവ ഈരെ, കർത്താവ് നൽകും എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുവാൻ തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കുകയില്ല. പക്ഷേ ഞാനൊരു താൽക്കാലിക വൈഷമ്യത്തിലും ബുദ്ധിമുട്ടിലുമായിരിക്കുമ്പോൾ ദൈവത്തെ അവിശ്വസിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഞാൻ മോഷ്ടിക്കാം, അല്ലെങ്കിൽ കടക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷ നേടുവാൻ സത്യസന്ധതയില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യാം, അല്ലെങ്കിൽ അത്തരം തെറ്റുകൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഉത്കണ്ഠയാൽ വിഷാദത്തിലേക്ക് മുങ്ങിപ്പോകാം. ഒരു പ്രാവശ്യം വിശ്വാസം എടുത്തു കളയൂ, അപ്പോൾ കടിഞ്ഞാൺ പൊട്ടിപ്പോകുന്നു. ഒരു മെരുങ്ങാത്ത കുതിരയെ കടിഞ്ഞാണും കയറുമില്ലാതെ ആർക്കാണ് നിയന്ത്രിക്കാൻ കഴിയുക? അങ്ങനെയാകും വിശ്വാസമില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ. അവിശ്വാസം എല്ലാ ദുർവൃത്തികളുടെയും മാതാവാണ്. അത് എല്ലാ പാപത്തിൻ്റെയും ഉറവിടമാണ്. അതിനാൽ ഞാൻ പറയുന്നു, അവിശ്വാസം ഒരു അത്യന്തം ദോഷകരമായ പാപമാണ്, പാപങ്ങളിൽ നേതാവ്. രണ്ടാമതായി, അവിശ്വാസം ഉൽപ്പാദിപ്പിക്കപ്പെടുക മാത്രമല്ല, മറിച്ച് പാപത്തെ വളർത്തുകയും ചെയ്യുന്നു. സീനായ് പ്രസംഗത്തിൻ്റെ ഇടിമുഴക്കത്തിനിടയിലും ആ പുരുഷന്മാർക്ക് എങ്ങനെയാണ് അവരുടെ പാപത്തിൽ തുടരുവാൻ കഴിഞ്ഞത്? ആ ഇടിമുഴക്കത്തിൻ്റെ പീഠത്തിൽ നിന്ന് ന്യായപ്രമാണത്തിലെ എല്ലാ കൽപ്പനകളും പാലിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ഉച്ചത്തിൽ നിലവിളിച്ചു പറയുമ്പോൾ അതെങ്ങനെയാണ് അവർക്ക് അതിനു മുന്നിൽ നിൽക്കുവാൻ കഴിഞ്ഞത്?
പാപി ഭയാനകമായ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുന്നറിയിപ്പുകൾ കേൾക്കുമ്പോഴും അവൻ ഹൃദയം കഠിനമാക്കി അവൻ്റെ ദുഷ്ടമാർഗത്തിൽ മുന്നേറുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളോട് പറയാം, അവിശ്വാസമാണ് ആ മുന്നറിയിപ്പുകൾ അവനിൽ ഒരു ചലനവും സൃഷ്ടിക്കാതിരിക്കുവാൻ കാരണം. വെടിയുണ്ടയിൽ നിന്ന് സംരക്ഷിക്കാനുള്ളതെന്തെങ്കിലും ഇല്ലെങ്കിൽ നമ്മുടെ സൈനികർക്ക് മുന്നിൽ നിന്ന് ജോലി ചെയ്യുവാൻ കഴിയുകയില്ല. അവർ അതിനാൽ മൺകൂനകൾ ഉയർത്തി അതിൻ്റെ പുറകിൽ നിന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെയാണ് അഭക്തരായവർ. പിശാച് അവരിലേക്ക് അവിശ്വാസം നൽകുന്നു. അതിലൂടെ അവർ ഒരു മൺകൂന ഉയർത്തി അതിൻ്റെ പുറകിൽ അഭയം കണ്ടെത്തുന്നു. ഓ പാപികളെ, ഒരു പ്രാവശ്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അവിശ്വാസത്തെ തകർക്കുമ്പോൾ, ഒരു പ്രാവശ്യം സത്യത്തെ ശക്തിയിലും പ്രഭാവത്തിലും അവൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ, നിയമം നിങ്ങളുടെ ആത്മാവിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യൻ നിയമം വിശുദ്ധമാണെന്നും കൽപ്പനകൾ വിശുദ്ധവും നീതിയുക്തവും ഉത്തമവുമാണെന്ന് വിശ്വസിച്ചാൽ അവൻ നരകത്തിൻ്റെ വാതിലിന് മുമ്പിൽ നടുങ്ങിയിരിക്കുമായിരുന്നു. ദേവാലയത്തിൽ ഇരുന്ന് ഉറങ്ങുന്നവർ ഉണ്ടാകില്ലായിരുന്നു. അശ്രദ്ധമായ ശ്രോതാക്കളും ഉണ്ടാകില്ലായിരുന്നു. തൻ്റെ സ്വരൂപം കാണുകയും താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുകയും ചെയ്യുന്നവരെയും കാണുകയില്ലായിരുന്നു. ഓ, അവിശ്വാസത്തിൽ നിന്ന് ഒരിക്കൽ രക്ഷപ്പെട്ടാൽ നിയമത്തിൻ്റെ എല്ലാ വെടിയുണ്ടകളും പാപിയിലേക്ക് പതിക്കുകയും കർത്താവിനാൽ പിടിക്കപ്പെട്ടവർ അനേകരാകുകയും ചെയ്യും. മനുഷ്യർ കാൽവരിയിലെ ക്രൂശിൻ്റെ സ്നേഹം കേൾക്കാൻ കഴിഞ്ഞിട്ടും ക്രിസ്തുവിൻ്റെ അടുക്കൽ വരാതിരിക്കുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴും അതിൻ്റെ അവസാനം ഇനിയും ഇടമുണ്ട് എന്ന സന്ദേശം നൽകുമ്പോഴും ക്രൂശിനെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളെയും കുറിച്ച് ഞങ്ങൾ വിശദീകരിക്കുമ്പോഴും എങ്ങനെയാണ് മനുഷ്യരുടെ ഹൃദയം തകരാതിരിക്കുന്നത്? ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു: കുറച്ചു നേരത്തേക്ക് അവർ ഒറ്റയ്ക്ക് പ്രവർത്തിച്ചാൽ നിയമവും ഭീഷണികളും ചെയ്യും, പക്ഷേ മനസ്സിനെ കഠിനമാക്കും. പക്ഷേ രക്തത്താൽ വാങ്ങിയ വിമോചനത്തിൻ്റെ ബോധ്യം ശിലാഹൃദയങ്ങളെ പോലും അലിയിക്കും. കാൽവരിയുടെ ചരിതം ഒരു പാറയെപ്പോലും തകർക്കാൻ മതിയായതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യേശു മരിക്കുന്നത് കണ്ടപ്പോൾ പാറകൾ പിളർന്നുപോയി. ഗോൽഗോത്തയുടെ ദുരന്തം ഒരു കട്ടിയുള്ള കല്ലിനെ കണ്ണുനീരോടെ ഉരുകിപ്പിക്കാനും ഏറ്റവും കഠിനഹൃദയനായ പാപിയുടെ കണ്ണുകളിൽ അനുതാപത്തോടെയുള്ള സ്നേഹം ഉൽപ്പാദിപ്പിക്കുവാനും മതിയായതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. പക്ഷേ ഞങ്ങളിത് നിങ്ങളോട് പറയുമ്പോൾ, ആവർത്തിച്ചു പറയുമ്പോഴും അതിൽ കണ്ണീരൊഴുക്കുന്നത് ആരാണ്? അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്? ബഹുമാന്യരെ, ഇത് നിങ്ങൾക്ക് ഗൗരവമുള്ളതല്ല എന്ന രൂപത്തിൽ നിങ്ങൾ ഉദാസീനമായിരിക്കുന്നു. കടന്നു പോകുന്ന ഏവരും നോക്കിക്കാണുവിൻ. യേശു മരിക്കേണ്ടി വന്നത് നിങ്ങൾക്ക് ഒന്നുമില്ലേ? നിങ്ങൾ പറയുന്നത് അതൊന്നുമില്ല എന്നതുപോലെയാണ്. എന്താണ് അതിന് കാരണം? നിങ്ങളുടെയും കുരിശിൻ്റെയും ഇടയിൽ അവിശ്വാസം നിലകൊള്ളുന്നു എന്നതാണ്. നിങ്ങളുടെയും രക്ഷിതാവിൻ്റെ കണ്ണുകളുടെയും ഇടയിൽ ആ കനത്ത തിരശ്ശീല ഇല്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ സ്നേഹത്തിൻ്റെ നോട്ടങ്ങളാൽ നിങ്ങൾ ഉരുകിയേനെ. പക്ഷേ അവിശ്വാസമെന്ന പാപമാണ് സുവിശേഷത്തിൻ്റെ ശക്തി പാപിയിൽ പ്രവർത്തിക്കുന്നത് തടയുന്നത്. പരിശുദ്ധാത്മാവ് ആ അവിശ്വാസത്തെ തുടച്ചു നീക്കുന്നത് വരെ, പരിശുദ്ധാത്മാവ് ആ അവിശ്വാസത്തിൻ്റെ മറയെ അകറ്റിക്കളയുന്നത് വരേക്കും യേശുവിൽ തൻ്റെ ആശ്രയം വയ്ക്കുവാൻ വരുന്ന പാപിയെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയില്ല. മൂന്നാമത്തെ കാരണം, വിശ്വാസമില്ലായ്മ ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് അശക്തമാക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപമത്രേ എന്ന വാക്യം പല അർത്ഥങ്ങളിലുമുള്ള മഹത്തായ സത്യമാണ്. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യം തന്നെ എന്നതും അതുപോലെ തന്നെയുള്ള സത്യമാണ്. സന്മാർഗമല്ലാതെ ഒരൊറ്റ വാക്കും നിങ്ങൾക്ക് എന്നിലൂടെ കേൾക്കുവാൻ കഴിയുകയില്ല. സത്യസന്ധത, മദ്യപാനം ഒഴിവാക്കുന്നത് തുടങ്ങിയവ നല്ലതല്ലെന്ന് പറയാൻ ഞാൻ ഒരിക്കലും തയ്യാറാകുകയില്ല. അതിനെതിരെ അവ നല്ലതാണെന്നും പ്രശംസനീയമാണെന്നും ഞാൻ പറയും. പക്ഷേ അതിനുശേഷം ഞാൻ തുടർന്ന് പറയുന്നത് ഇതാണ്: അവ ഹിന്ദുസ്ഥാനിലെ കൗരി നാണയം പോലെയാണ്. അവ ഇന്ത്യക്കാർക്കിടയിൽ പ്രചാരത്തിലുള്ളതാകാം, പക്ഷേ ഇംഗ്ലണ്ടിൽ അവ ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. ഈ സദ്ഗുണങ്ങൾ ഈ ലോകത്തിൽ പ്രചാരമുള്ളതാകാം, പക്ഷേ മുകളിലത്തെ ലോകത്ത് പറ്റില്ല. നിങ്ങളുടെ സ്വന്തം ഉത്തമ ഗുണങ്ങളെക്കാൾ കൂടുതലായി എന്തെങ്കിലും നല്ലതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ചില ഇന്ത്യൻ ഗോത്രവർഗ്ഗങ്ങൾ പണത്തിന് പകരം തുണിക്കഷ്ണങ്ങൾ ഉപയോഗിക്കുന്നു. ഞാൻ അവിടെയാണ് ജീവിച്ചിരുന്നതെങ്കിൽ അതിൽ തെറ്റൊന്നും കണ്ടെത്തുകയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇംഗ്ലണ്ടിൽ വന്നാൽ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച് എനിക്കൊന്നും വാങ്ങുവാൻ കഴിയുകയില്ല. അതുപോലെ സത്യസന്ധത, മദ്യപാനം ഒഴിവാക്കുന്നത് തുടങ്ങിയവ മനുഷ്യരുടെ ഇടയിൽ നല്ലതും ആവശ്യമുള്ളതുമാണ്. നിങ്ങൾ അതിൽ ഏറെയുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. മനോഹരമായതൊക്കെയും നിർമ്മലമായതൊക്കെയും ഹൃദ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. പക്ഷേ അവ മാത്രം മതിയാകില്ല.
ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർത്ത് വയ്ക്കൂ. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. വിശ്വാസമില്ലാത്ത സൽപ്രവൃത്തികൾ വെള്ള തയ്ച്ച പാപങ്ങളാണ്. വിശ്വാസമില്ലാത്ത അനുസരണം അത് സാധ്യമാണെങ്കിൽ പൊന്നു പൊതിഞ്ഞ അനുസരണക്കേടാണ്. വിശ്വസിക്കാത്തത് എല്ലാത്തിനെയും റദ്ദാക്കുന്നു. അതാണ് തൈലക്കാരൻ്റെ തൈലത്തിലെ ഈച്ച, അതാണ് പാത്രത്തിലെ വിഷം. വിശ്വാസം കൂടാതെ വിശുദ്ധിയുടെ എല്ലാ ഗുണങ്ങളും, മനുഷ്യത്വത്തിൻ്റെ എല്ലാ ഔദാര്യങ്ങളും, നിസ്വാർത്ഥമായ സഹാനുഭൂതിയുടെ എല്ലാ കാരുണ്യങ്ങളും, പ്രതിഭാശാലിയുടെ എല്ലാ കഴിവുകളും, ദേശസ്നേഹത്തിൻ്റെ എല്ലാ ധീരതയും, അടിസ്ഥാനപരമായ എല്ലാ തീരുമാനങ്ങളുടെയും കൂടെ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക അസാധ്യം തന്നെ. അവിശ്വാസം എത്രയധികം ദോഷകരമാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? കാരണം അത് മനുഷ്യരെ നല്ല പ്രവൃത്തികളിൽ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നു. ക്രിസ്ത്യാനികളെ പോലും അവിശ്വാസം അവരെ തളർത്തുന്നു. ഒരു കഥ പറയട്ടെ. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവ കഥ. ഒരു മനുഷ്യന് ഒരു കഷ്ടപ്പെടുന്ന മകൻ ഉണ്ടായിരുന്നു. അവൻ ദുരാത്മാവിൻ്റെ പിടിയിലായിരുന്നു. യേശു താബോർ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ അപ്പോൾ ആ അച്ഛൻ തൻ്റെ മകനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ എന്തു ചെയ്തു? അവർ പറഞ്ഞു, ഞങ്ങൾ അവനെ പുറത്താക്കും. അവർ അവൻ്റെ മേൽ കൈവച്ചു. അവർ അവനെ മോചിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അവരിൽ ചിലർ തമ്മിൽ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു, നമുക്ക് സാധിക്കില്ല എന്ന പേടിയുണ്ട്. അതിനിടെ ആ രോഗി തൻ്റെ വായിൽ നിന്ന് നൊരവിടുകയും തറയിൽ പോറുകയും രോഗചേഷ്ട കാണിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനകത്തുണ്ടായിരുന്ന ദുഷ്ടാത്മാവ് ഇപ്പോഴും സജീവമായിരുന്നു. പിശാച് ഇപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ആവർത്തിച്ച ഒഴിപ്പിക്കൽ കർമ്മങ്ങൾ വ്യർത്ഥമായി. സിംഹം തൻ്റെ ഗുഹയിൽ എന്നവണ്ണം ദുഷ്ടാത്മാവ് അവിടെ തന്നെ തുടർന്നു. പൊയ്ക്കൊള്ളുക, അവർ പറഞ്ഞു. പക്ഷെ അവൻ പോയില്ല. പാതാളത്തിലേക്ക് മടങ്ങിപ്പോ, അവർ ഉറക്കെ പറഞ്ഞു. പക്ഷെ അവൻ അവിടെ നിന്നും മാറിയില്ല. അവിശ്വാസത്തിൻ്റെ ചുണ്ടുകൾക്ക് പിശാചിനെ ഭയപ്പെടുത്തുവാൻ കഴിയുകയില്ല. പിശാച് അവർക്ക് മറുപടി പറഞ്ഞേനെ, വിശ്വാസം എനിക്കറിയാം, യേശുവിനെയും എനിക്കറിയാം, എന്നാൽ നിങ്ങളാരാണ്? നിങ്ങളിൽ വിശ്വാസമില്ല. അവർക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ അവർ ഭൂതത്തെ പുറത്താക്കുമായിരുന്നു. എന്നാൽ അവരുടെ വിശ്വാസം പോയി. അതിനാൽ അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. പാവം പത്രോസിൻ്റെ സംഭവം നോക്കൂ. അവൻ വിശ്വാസമുള്ളപ്പോൾ കടലിലെ തിരമാലകൾക്ക് മുകളിൽ നടക്കുവാൻ കഴിഞ്ഞു. അതൊരു അത്ഭുതകരമായ നടക്കലായിരുന്നു. തിരമാലകൾക്ക് മേൽ നടന്നതിൽ എനിക്ക് അല്പം അവനോട് അസൂയയുണ്ട്. എന്തു പറഞ്ഞാലും പത്രോസിൻ്റെ വിശ്വാസം തുടർന്നിരുന്നുവെങ്കിൽ അവൻ അറ്റ്ലാന്റിക്കിനെ മുറിച്ചു കടന്ന് അമേരിക്കയിലേക്ക് നടക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ പിന്നിൽ നിന്ന് ഒരു വലിയ തിര വന്നു. അവൻ പറഞ്ഞു, ഇത് എന്നെ വലിച്ചഴച്ചു കൊണ്ടുപോകും. അതിനുശേഷം മറ്റൊരു തിര. അവൻ നിലവിളിച്ചു, ഇതെന്നെ കവിഞ്ഞു പോകും. അവൻ ചിന്തിച്ചു, ഈ തിരമാലകൾക്ക് മുകളിലൂടെ നടക്കുവാൻ ഞാൻ എങ്ങനെ ധൈര്യപ്പെട്ടു? പിന്നെ പത്രോസ് മുങ്ങിപ്പോയി. വിശ്വാസമായിരുന്നു പത്രോസിൻ്റെ രക്ഷാകവചം. വിശ്വാസമായിരുന്നു അവനെ ഉയർത്തി നിർത്തിയ മായാമന്ത്രം. പക്ഷേ അവിശ്വാസം അവനെ താഴോട്ട് മുക്കി. നിങ്ങളും ഞാനും നമ്മുടെ ജീവിതകാലം മുഴുവൻ വെള്ളത്തിന്മേൽ നടക്കേണ്ടി വരും എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എല്ലായ്പ്പോഴും വെള്ളത്തിന്മേൽ നടക്കുന്നത് പോലെയാണ്. എൻ്റേതങ്ങനെയാണ്. ഓരോ തിരയും അവനെ വിഴുങ്ങുവാൻ ശ്രമിക്കും, എന്നാൽ വിശ്വാസം മാത്രം അവനെ നിലനിർത്തും. വിശ്വസിക്കുന്നത് നിർത്തുന്ന ആ നിമിഷം തന്നെ വൈഷമ്യം കയറി വരുന്നു. നിങ്ങൾ താഴേക്ക് പോകുന്നു. അപ്പോൾ എന്തിനു സംശയിക്കുന്നു? വിശ്വാസം എല്ലാ ഗുണങ്ങളെയും വളർത്തുന്നു. അവിശ്വാസം എല്ലാറ്റിനെയും കൊന്നുകളയുന്നു. ആയിരക്കണക്കിന് പ്രാർത്ഥനകളെ അവിശ്വാസം അവരുടെ ശൈശവാവസ്ഥയിൽ തന്നെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അവിശ്വാസം ശിശുഹത്യ ചെയ്തിരിക്കുന്നു. അനവധി ശിശു അപേക്ഷകളെ അത് കൊന്നു. സ്വർഗീയ സംഗീതത്തിൽ ഘോഷണമാകേണ്ടിയിരുന്ന നിരവധി സ്തോത്രഗീതങ്ങൾ അവിശ്വാസത്തിൻ്റെ ആശങ്കകളാൽ അമർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹൃദയത്തിൽ ഉണരുന്ന നിരവധി മഹത്തായ സംരംഭങ്ങൾ അവിശ്വാസം അവയെ പുറത്തു കൊണ്ടുവരുന്നതിന് മുൻപേ ക്ഷീണിപ്പിച്ചു. അനവധി ആളുകൾ മിഷണറിമാരായേനെ, അവരുടെ യജമാനൻ്റെ സുവിശേഷം ധൈര്യപൂർവ്വം പ്രസംഗിച്ചേനെ. പക്ഷേ അവർക്ക് അവിശ്വാസമുണ്ടായിരുന്നു. അതികായൻ ആയ ഒരുവനെ ഒരു പ്രാവശ്യം അവിശ്വാസിയാക്കുകയാണെങ്കിൽ അവൻ ഒരു കുറിയവനായി മാറുന്നു. വിശ്വാസം ക്രിസ്ത്യാനിയുടെ ശിംശോൻ്റെ തലമുടിയാണ്. അത് മുറിച്ചു മാറ്റപ്പെടുമ്പോൾ അവൻ്റെ കണ്ണുകൾ കുത്തിയെടുക്കപ്പെടുകയും അവനൊന്നും ചെയ്യാനാകാതിരിക്കുകയും ചെയ്യുന്നു. നാലാമതായി പറയേണ്ടത് അവിശ്വാസം കഠിനമായി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. നിങ്ങൾ തിരുവഴുത്തിലേക്ക് നോക്കൂ. ഞാൻ എല്ലാം മനോഹരമായതും ഭംഗിയുമുള്ള ഒരു ലോകം കാണുന്നു. അതിൻ്റെ പർവ്വതങ്ങൾ സൂര്യപ്രകാശത്തിൽ ചിരിക്കുന്നു, വയലുകൾ പകൽ വെളിച്ചത്തിൽ ആനന്ദിക്കുന്നു. ഞാൻ കന്യകമാർ നൃത്തം ചെയ്യുന്നതും യുവാക്കൾ പാടുന്നതും കാണുന്നു. എത്ര മനോഹരമായ കാഴ്ച! എന്നാൽ അപ്പോൾ ഒരു വൃദ്ധനും വന്ധ്യനുമായ ഒരാൾ കൈ ഉയർത്തി ഉറക്കെ വിളിച്ചു പറയുന്നു, ഭൂമിയെ മുക്കിക്കളയുന്ന ഒരു മഹാപ്രളയം വരുന്നു. ആഴിയുടെ മഹാ ഉറവകളൊക്കെയും തുറക്കും. എല്ലാം വെള്ളത്തിനടിയിലാകും.
അങ്ങകലെ കാണുന്ന ആ പെട്ടകത്തെ നോക്കൂ. 120 വർഷങ്ങൾ കൊണ്ട് ഈ കൈകൾ ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് നിർമ്മിച്ചതാണ് അത്. അവിടേക്ക് ഓടിപ്പോകുക, നിങ്ങളൊക്കെയും രക്ഷപ്പെടും. ആ വൃദ്ധ, നിന്റെ വെറുതെയുള്ള പ്രവചനങ്ങളുമായി പോകൂ. ഞങ്ങൾക്ക് ഉള്ളപ്പോൾ ഞങ്ങൾ സന്തോഷിക്കട്ടെ. പ്രളയം വരുമ്പോൾ ഞങ്ങൾ തന്നെ ഒരു പെട്ടകം പണിയാം. എന്നാൽ ഒരു പ്രളയവും വരാൻ പോകുന്നില്ല. അത് മണ്ടന്മാരോട് പറയൂ. ഞങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അവിശ്വാസികൾ ആനന്ദ നൃത്തം തുടരുന്നു. ശ്രദ്ധിക്കൂ അവിശ്വാസിയെ, ഈ ഗർജനം കേൾക്കുന്നില്ലേ? ഭൂമിയുടെ ഉള്ളറകൾ ചലിക്കുവാൻ തുടങ്ങി. അതിൻ്റെ പാറക്കല്ലുകൾ അതിനകത്തു നിന്നുള്ള അതികഠിനമാകുന്ന വിറകളാൽ വിണ്ടുപൊട്ടുന്നു. അത് പൊട്ടിപ്പോകുമ്പോൾ അതിനകത്തു നിന്ന് ഒഴുകി ഒലിക്കുന്നത് ദൈവം ഭൂമിയുടെ ഉള്ളിൽ മറച്ചു വയ്ക്കപ്പെട്ട നദീപ്രവാഹങ്ങൾ. ആകാശം പിളർന്നിരിക്കുന്നു. മഴ പെയ്യുന്നു. ചില തുള്ളികളല്ല, ഇടിഞ്ഞൊഴുകുന്ന മേഘങ്ങൾ. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ വലിയ ശബ്ദത്തോടെ ആകാശത്തു നിന്ന് പെയ്യുന്നു. ഭൂമിയുടെ ആഴവും ആകാശത്തിൻ്റെ ആഴവും, 2 ആഴങ്ങളും പരസ്പരം കൈകോർക്കുന്നു. ഇപ്പോൾ അവിശ്വാസികളെ, നിങ്ങൾ എവിടെയാണ്? അവിടെ നിങ്ങളുടെ അവസാന ശേഷിപ്പ്. ഒരു മനുഷ്യൻ, തൻ്റെ ഭാര്യ അവനെ മുറുകെ പിടിച്ചിട്ടുണ്ട്. വെള്ളത്തിന് മുകളിൽ ഉയർന്നിരിക്കുന്ന അവസാന കൊടുമുടിയിലേക്ക് ഇരിക്കുന്നു. അവനെ അവിടെ കണ്ടോ? വെള്ളം ഇതിനകം തന്നെ അവൻ്റെ അരക്കൊപ്പം എത്തിയിരിക്കുന്നു. അവൻ്റെ അവസാനത്തെ കരച്ചിൽ കേൾക്കൂ. അവൻ ഒഴുകുന്നു. അവൻ മുങ്ങിപ്പോയി. നോഹ പെട്ടകത്തിനകത്തു നിന്ന് നോക്കുമ്പോൾ അവൻ എന്താണ് കാണുന്നത്? ഒന്നുമില്ല. അത് അതിരില്ലാത്ത ഒരു ശൂന്യതയാണ്. സമുദ്രജീവികൾ രാജമന്ദിരത്തിൽ. എല്ലാം തകർന്നു, മുങ്ങിപ്പോയി. എന്താണിതിന് കാരണം? ആ ലോകത്തേക്ക് പ്രളയം കൊണ്ടുവന്നത് എന്താണ്? അവിശ്വാസം. വിശ്വാസത്തിലൂടെ നോഹ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അവിശ്വാസം കൊണ്ട് ബാക്കി മുഴുവനും മുങ്ങിപ്പോയി. അറിയുന്നില്ലേ? അവിശ്വാസം മൂലമാണ് മോശയെയും അഹ്റോനെയും കനാൻ ദേശത്തേക്ക് കടത്തിവിടാതിരുന്നത്. അവർ ദൈവത്തെ ബഹുമാനിച്ചില്ല. അവർ പാറയോട് സംസാരിക്കുന്നതിന് പകരം അതിനെ അടിച്ചു. അവർ അവിശ്വസിച്ചു. അതിനാൽ ശിക്ഷ അവരുടെ മേൽ വന്നു. അവർ അത്രയും വർഷം പ്രയത്നിച്ച ആ നല്ല ദേശം അവർക്ക് ലഭിച്ചില്ല. നിങ്ങളെ ഞാൻ മോശയും അഹ്റോനും താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, വലുതും ഭയങ്കരവുമായ മരുഭൂമിയിലേക്ക്. നമുക്ക് അല്പസമയം അതിലൂടെ നടക്കാം. നമുക്ക് അലഞ്ഞു നടക്കുന്ന ബെഡുവിനുകൾ പോലെ ക്ഷണിതപാതരായി മാറാം. നമുക്ക് അല്പസമയം ഈ മരുഭൂമി താണ്ടാം. അവിടെ സൂര്യപ്രകാശത്തിൽ വെളുത്തു കിടക്കുന്ന ഒരു ഇറച്ചി കഷ്ണം. ഇതാ മറ്റൊന്ന്, അവിടെയും മറ്റൊന്ന്. ഈ വെളുത്ത എല്ലുകൾ എന്താണ് സൂചിപ്പിക്കുന്നത്? അവിടെ ഒരു പുരുഷൻ്റെയും ഒരു സ്ത്രീയുടെയും ശവങ്ങൾ കിടക്കുന്നു. ഇവ ആരൊക്കെയാണ്? ഇവ ഇവിടെ എങ്ങനെ എത്തി? നിശ്ചയമായും ഒരു മികച്ച സൈനിക പാളയം ഇവിടെ ഒരു രാത്രിയിൽ സ്ഫോടനത്താലോ രക്തച്ചൊരിച്ചിലിനാലോ മുഴുവൻ തകർന്നതായിരിക്കണം. ഓ അല്ല, ഈ അസ്ഥികൾ ഇസ്രായേലിൻ്റെ അസ്ഥികളാണ്. ആ അസ്ഥിക്കൂടങ്ങൾ യാക്കോബിൻ്റെ പുരാതന ഗോത്രങ്ങളാണ്. അവർക്ക് അവിശ്വാസം കാരണം പ്രവേശിക്കാനായില്ല. അവർ ദൈവത്തിൽ വിശ്വസിച്ചില്ല. അവർക്ക് ആ ദേശം ജയിക്കാനാകില്ല എന്ന് ഉറ്റുനോക്കുവാൻ പോയവർ പറഞ്ഞു. അവിശ്വാസമാണ് അവരുടെ മരണത്തിന് കാരണമായത്. അനാക്യർ ഇസ്രായേലിനെ നശിപ്പിച്ചതല്ല. വലിയ മരുഭൂമി അവരെ തിന്നുകളഞ്ഞതല്ല. യോർദാൻ കനാൻ പ്രവേശത്തിന് തടസ്സമായില്ല. ഹിവ്യരുടെയോ യെബൂസ്യരുടെയോ വാളിനാൽ അവർ കൊല്ലപ്പെട്ടതല്ല. അവിശ്വാസം മൂലം മാത്രമാണ് അവർക്ക് കനാനിൽ പ്രവേശിക്കാൻ പറ്റാതിരുന്നത്. 40 വർഷം സഞ്ചരിച്ച ശേഷം അവിശ്വാസം കാരണം കനാനിലേക്ക് കടക്കാനാവില്ലെന്നുള്ള വിധി ഇസ്രായേലിന് വരുമെന്നത് എത്ര വലിയ ശിക്ഷയാകുന്നു. ഉദാഹരണങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതില്ല. സെക്കരിയാവിനെ ഓർത്തുകൊള്ളുക. അവൻ സംശയിച്ചു. അതിനാൽ ദൂതൻ അവനെ ഊമയാക്കി. അവൻ്റെ വായി വിശ്വാസക്കുറവ് കൊണ്ട് അടിച്ചു പൂട്ടപ്പെട്ടു. എന്നാൽ വിശ്വാസക്കുറവിൻ്റെ ഏറ്റവും മോശം ചിത്രം കാണുവാൻ, ദൈവം അതിന് എന്ത് ശിക്ഷ നൽകിയിരിക്കുന്നു എന്ന് അറിയുവാൻ ഞാൻ നിങ്ങളെ യെരുശലേമിൻ്റെ ഉപരോധത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ചരിത്രം കണ്ടതിൽ ഏറ്റവും ഭയാനകമായ കൂട്ടക്കൊല. റോമക്കാർ നഗരഭിത്തികളെ ഇടിച്ചു തകർത്തു. എല്ലാ നിവാസികളെയും വാളിനാൽ സംഹരിക്കുകയോ അല്ലെങ്കിൽ അടിമകളായി ചന്തയിൽ വിറ്റുകളയുകയോ ചെയ്തു. ടൈറ്റസ് യെരുശലേം നശിപ്പിച്ചതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? റോമക്കാരുടെ കയ്യാൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് യഹൂദർ പരസ്പരം കുത്തിക്കൊന്ന മസാദയിലെ ആ ദാരുണ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നും ഒരു ഭവനമില്ലാതെയും ഒരു ദേശമില്ലാതെയും ഒരു പ്രവാസിയായി യഹൂദൻ ഭൂമിയിൽ സഞ്ചരിക്കുന്നു. ഒരു മുന്തിരിവള്ളിയിൽ നിന്ന് ഒരു കൊമ്പ് വിച്ഛേദിക്കപ്പെട്ടതുപോലെ അവൻ മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? അവിശ്വാസം കാരണം. അവിശ്വാസം കയ്യിൻ്റെ നെറ്റിയിൽ പതിഞ്ഞിരിക്കുന്ന അടയാളം പോലെയാണ്. ദൈവം അതിനെ വെറുക്കുന്നു. അതിനെതിരെ ശക്തമായ ശിക്ഷകളുണ്ട്. അവസാനം അതിനെ തകർക്കും. അവിശ്വാസം ദൈവത്തെ അപമാനിക്കുന്നു. മറ്റെല്ലാ പാപങ്ങളും ദൈവത്തിൻ്റെ ആജ്ഞകൾക്കെതിരെ ആയിരിക്കുമ്പോൾ അവിശ്വാസം നേരിട്ട് ദൈവത്തിൻ്റെ മഹത്വത്തോട് എതിർക്കുന്നു. അവൻ്റെ സത്യത്തെ നിഷേധിക്കുന്നു. അവൻ്റെ നന്മയെ നിഷേധിക്കുന്നു. അവൻ്റെ സൽഗുണങ്ങളെ ദുഷിക്കുന്നു.
അവൻ്റെ വ്യക്തിത്വത്തെ പഴിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും ദൈവം മറ്റെല്ലാ പാപങ്ങളെക്കാളും അവിശ്വാസത്തെയാണ് ഏറ്റവും അധികം വെറുക്കുന്നത്. അഞ്ചാമതായി, ഞാനിപ്പോൾ ഈ പോയിൻ്റ് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. ഞാൻ ഇതിനകം തന്നെ വളരെ നീണ്ടുപോയിരിക്കുന്നു. അവിശ്വാസത്തിൻ്റെ ഭീകര പ്രകൃതം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ശിക്ഷ വിധിക്കുന്ന ഒരു പാപമാണ്. ഒരു പാപത്തിന് വേണ്ടി മാത്രം ക്രിസ്തു മരിച്ചിട്ടില്ല. അത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്ന പാപമാണ്. ക്രിസ്തു പ്രായശ്ചിത്തം ചെയ്യാത്ത മറ്റൊരു പാപവുമുണ്ട്. തിന്മയുടെ എല്ലാ അതിക്രമങ്ങളും പട്ടികയാക്കൂ. ഞാൻ നിങ്ങൾക്ക് അതിൽ മാപ്പ് ലഭിച്ച വ്യക്തികളെ കാണിച്ചു തരാം. എന്നാൽ അവിശ്വാസത്തിൽ മരിച്ച ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, ആ മനുഷ്യനു വേണ്ടി പ്രായശ്ചിത്തമില്ല. ഒരു ക്രിസ്ത്യാനിയുടെ അവിശ്വാസത്തിന് പ്രായശ്ചിത്തമുണ്ട്, കാരണം അത് താൽക്കാലികമാണ്. പക്ഷേ അന്തിമ അവിശ്വാസം, ഒരു മനുഷ്യൻ മരിക്കുമ്പോഴുള്ള അവിശ്വാസം, അതിനൊരിക്കലും പ്രായശ്ചിത്തം ഉണ്ടായിരുന്നില്ല. ഈ ഗ്രന്ഥം പൂർണ്ണമായി നിങ്ങൾ പരിശോധിക്കൂ. അവിശ്വാസത്തിൽ മരിച്ചവർക്ക് പ്രായശ്ചിത്തമില്ല എന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാവും. അവർക്ക് കരുണയുമില്ല. അവൻ മറ്റെല്ലാ പാപങ്ങളിലും കുറ്റക്കാരനായിരുന്നാലും അവൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ക്ഷമിക്കപ്പെട്ടേനെ. എന്നാൽ ഇതാണ് ഭയങ്കര വ്യത്യാസം. അവന് വിശ്വാസമില്ലായിരുന്നു. പിശാചുക്കളെ, അവനെ പിടിക്കുവിൻ. നരകത്തിലെ ഭൂതങ്ങളെ, അവനെ അവൻ്റെ ശിക്ഷയിലേക്ക് വലിച്ചഴയ്ക്കുവിൻ. അവൻ വിശ്വാസരഹിതനും അവിശ്വാസിയുമാണ്. അഗ്നിപാതാളം നിർമ്മിതമായത് ഇവർക്ക് വേണ്ടിയാണ്. ഇത് അവരുടെ ഭാഗം, അവരുടെ തടവറ. അവരാണ് മുഖ്യമായ തടവുകാർ. അവിടെ അവർക്കായി അടയാളപ്പെടുത്തിയ കയ്യാമങ്ങളുണ്ട്. അവർ എക്കാലത്തേക്കും അറിയും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും.